ഹായ് ഫ്രണ്ട്സ്, വീടിന് ചുറ്റുപാടുള്ള റബ്ബർ മരമൊക്കെ മുറിച്ചിട്ട് നമ്മൾ ഇതേപോലെ ബഡ് തൈകളായ പ്ലാവ്, മാവ് ഇതെല്ലാം ചുറ്റുപാടും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ പ്ലാവ് നമുക്ക് ഒന്നര വർഷത്തിനകം തന്നെ കായ്ഫലം തന്നു. അങ്ങനെ അതിൻ്റെ ഒരു കാര്യം കൂടെ കാണിക്കാനാണ് ഞാൻ ഈ ഫോട്ടോ ഇട്ടേക്കുന്നത്. അതിലൊരു ചക്ക, അതിൽ വരിക്ക ചക്ക തന്നെ, അതിലൊന്നിനെ പഴുപ്പിക്കാൻ വെച്ച് ഒന്നിനെ നമുക്ക് എരിശ്ശേരി അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനുണ്ടാക്കുന്ന രീതി ഇടാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ചക്ക ഇതേപോലെ അരിഞ്ഞ് അതിനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അതിനെ വേവിക്കാം. ചക്കപ്പുഴുക്കെന്നും ചക്ക എരിശ്ശേരിയെന്നും പല രീതിയിൽ പല നാട്ടിൽ പറയാറുണ്ട്. നല്ല മഞ്ഞ കളറ് തന്നെയാണ് കേട്ടോ. സാധാരണ ഇത്രയും കളറ് ചില ചക്കകൾക്കൊക്കെ വരുള്ളൂ. ഇതിൽ നല്ല മഞ്ഞ കളറ് തന്നെയാണ്. അതിന് നമുക്കിനി ചേർക്കാനുള്ള കൂട്ടുകൾക്കായിട്ട് തേങ്ങയിൽ ഒരു 3 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, അതുപോലെ ജീരകം, വെളുത്തുള്ളി. ജീരകവും വെളുത്തുള്ളിയാണ് ഇതേപോലെ ചക്ക, അതുപോലെ മരിച്ചിനി ഇതൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ജീരകവും വെളുത്തുള്ളിയും കുറച്ച് മുന്നിട്ട് നിൽക്കണം. കറിവേപ്പിലയും ചേർത്ത് ഇതുപോലെ ചതച്ചെടുക്കാം. അതിന് ശേഷം ചക്ക നന്നായിട്ട് വെന്തതിന് ശേഷം അതിലോട്ട് കൂട്ടിട്ടിളക്കാം. ഇത് സാധാരണ വരിക്കച്ചക്ക നമ്മളിങ്ങനെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ, എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറില്ല. കൂഴ ചക്കയാണ് നമ്മൾ സാധാരണ ഇതുപോലുള്ള ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വരിക്കച്ചക്ക ആയാലും അത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനെ കടുക് താളിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഉഴുന്ന് പരിപ്പ് ഇട്ടാണ് താളിക്കുന്നത്, കടുകിന് പകരം. ഇതുപോലെ കടുക് താളിച്ചതിന് ശേഷം നമുക്കത് വിളമ്പാവുന്നതാണ്. നല്ല ഒരു രുചിയുള്ള ഒരു ഐറ്റമാണ് ചക്ക എരിശ്ശേരി, ചക്ക പുഴുക്ക് എന്നൊക്കെ പറയാം. അതാ ഇതേപോലെ ഒരു വാഴയിലയിൽ അതെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചക്കയ്ക്ക് മീൻ കറിയും, അതുപോലെ തന്നെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മാങ്ങ വെള്ളരിക്ക ഇട്ട് വെച്ച് ഒഴിച്ചു കൂട്ടാനാണ്. അതും തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒരു നടുക്ക് ഒരു കുഴി പോലെ സെറ്റ് ചെയ്ത് മാങ്ങയും വെള്ളരിക്കയിട്ട് ഒഴിച്ചു കൂട്ടാൻ നമുക്കിതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നല്ല മീനൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ചൂര, മാങ്ങയിട്ട് വെച്ച് ചൂരയും ചേർത്ത് നമുക്കിത് രുചികരമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ഐറ്റമാണ്, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി പറഞ്ഞതേ ഉള്ളൂ. മാറ്റി വെച്ച് മറ്റേ ചക്ക 3-4 ദിവസത്തിനകം തന്നെ നന്നായിട്ട് പഴുത്ത് കിട്ടി നല്ല രുചിയുള്ള ഒരു ചക്ക തന്നെയാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.